ഓം ശാന്തി. എല്ലാ മാനിഫെസ്റ്റേഷനും ചെയ്യാൻ ആദ്യം ആവശ്യം ശാന്തമായൊരു മനസ്സാണ്. തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ളതായിട്ടുള്ള യാത്രയിൽ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പെട്ടൊഴലുന്ന സന്ദർഭത്തിൽ, തകർന്ന സംബന്ധങ്ങളിൽ നിന്ന് കേൾക്കുന്ന കുത്തുവാക്കുകളുടെ ആധാരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം കൊണ്ട് കാരണങ്ങൾ പലതാണ്. എന്നാലും എല്ലാവരുടെയും ഒന്നാമത്തെ പ്രശ്നം, ജനറലായിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ശാന്തമായി മനസ്സിൽ നിന്ന് മാത്രമാണ് നമുക്ക് എന്ത് ജീവിതത്തിൽ വേണോ അതിനെ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചേ പറ്റൂ. ഒരു കാര്യം, സപ്പോസ് ഈശ്വരന് നമ്മുടെ മനസ്സിനെയൊക്കെ ശാന്തമാക്കിച്ച് നമുക്കെല്ലാവർക്കും ഒരുപോലെ തരാനായിരുന്നു ഈ വിശ്വനാടകത്തിലെ രംഗമെങ്കിൽ ഭഗവാൻ അത് ചെയ്തേനെ. പക്ഷെ സാധ്യമല്ല. ഓരോ ജീവാത്മാവിനും അവൻ്റെ കർമ്മങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യവും കർമ്മഫലം അനുഭവിക്കാനുള്ള ബാധ്യതയും കൊണ്ടുണ്ടാക്കിയതാണ് ഈ സൃഷ്ടി നാടകം. പലപ്പോഴും നിങ്ങളും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും, തെറ്റായ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് തെറ്റാണ്, വേണ്ട എന്ന് പറയുമ്പോൾ അതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. പക്ഷെ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ, ഞാൻ അങ്ങനെയായി പോയി എന്ന് വിഷമിക്കും. ഭഗവാനെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ, ഭഗവാനെ നീ എന്തിനാ എന്നെ സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. ഭഗവാൻ സാക്ഷിയായിക്കൊണ്ട് പറയും, ശരിയായ കർമ്മം ചെയ്യാനുള്ളതായിരിക്കുന്ന ഡയറക്ഷൻ അത് ഈ ലോകത്തെ എല്ലാ ജീവാത്മാക്കൾക്കും ഭഗവാൻ നൽകുന്നതാണ്. അതുകൊണ്ട് ശരിയായ കർമ്മം തിരഞ്ഞെടുക്കാനും ആ കർമ്മത്തിൻ്റെ ഫലമായിക്കൊണ്ട് സന്തോഷിക്കാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം, തെറ്റായ കർമ്മം തിരഞ്ഞെടുക്കാനും ആ കർമ്മഫലം കൊണ്ട് ദുഃഖം അനുഭവിക്കാനുള്ളതായിട്ട് സ്വാതന്ത്ര്യം, രണ്ടും സ്വാതന്ത്ര്യമാണ്. ഒന്നാം ഭാഗം എല്ലാവർക്കും സന്തോഷമാണ്, രണ്ടാം ഭാഗം വരുമ്പോൾ എല്ലാവരും അത് ബാധ്യതയായിട്ട് പറയും. ഈശ്വരനും പറയുകയാണ്, ഒന്നാമത്തെ ഭാഗം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും രണ്ടാമത്തെ ഭാഗം തിരഞ്ഞെടുക്കാൻ ബന്ധനവും നിനക്കുണ്ട്, അതിലെനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്, സ്വന്തം ജീവിതത്തെ ശ്രേഷ്ഠമാക്കണമെങ്കിൽ ഒരു ജീവാത്മാവിന്, ഒരു വ്യക്തിക്ക് സ്വയം വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. വേറെ ആർക്കും അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരാളാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന വിശ്വാസവും അത് കണ്ടുകൊണ്ട് ആനന്ദിക്കാനുള്ളതായിട്ടൊരു മനോഭാവവും, ഇളക്കാൻ പറ്റുന്ന ശരീരഭാഗങ്ങളെ കിടന്നുകൊണ്ടാണെങ്കിലും ഇളക്കാനുള്ളതായിട്ടുള്ള ഒരു താല്പര്യവും വേണം. അവർക്കേ നാളെ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കടന്നു പറഞ്ഞുകൂടാ, അതിൻ്റെയും കടത്തിലേക്ക് മുങ്ങിക്കിടക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് സമയം എല്ലാ കാര്യത്തിനും ഭാരം ഭഗവാനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഉള്ളതിൻ്റെ അവസ്ഥയിൽ എന്തിലും മനസ്സിനെ ആനന്ദിപ്പിക്കാൻ പഠിപ്പിക്കാമെങ്കിൽ നമ്മുടെ ഓറയുടെ ഉള്ളിലെ നെഗറ്റീവ് പ്രഭാവം നമുക്കില്ലാതാക്കാം. ഓറയെ പവർഫുള്ളാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, എങ്ങനെയാണോ വെളിച്ചത്തിലേക്ക് ശലഭങ്ങൾ പറന്നു വരുന്നത് അതുപോലെ ഒരു വ്യക്തിയുടെ ഓറയെ പവർഫുള്ളാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ നല്ല എല്ലാ എനർജിയും ഒഴുകി വരും. നമുക്ക് ആനന്ദം തരുന്ന പോസിറ്റീവ് എനർജിയാണ് ധനം, അതും നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരിക തന്നെ ചെയ്യും. അതേസമയം ഇങ്ങനെയൊക്കെ ഞാൻ ആയിപ്പോയി, ഇനി എന്നെക്കൊണ്ടാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആർക്കും നിങ്ങളെ സഹായിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിക്കൊണ്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആരാണ് എന്ന റിയലൈസേഷൻ. ഒരു നാടകത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തതിൽ നിന്ന് അങ്ങനെ എല്ലാം നേടിയെടുത്ത് ഒരു വലിയ തലത്തിലെത്തിയിട്ടുള്ള ആളുകളാകുമ്പോഴാണ്, ആ കഷ്ടപ്പാടിൻ്റെ പാത്തിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അഭിനേതാക്കൾക്കൊക്കെ നല്ല നടനും നടിക്കും ഉള്ളതായിട്ടുള്ള അവാർഡൊക്കെ കൊടുക്കാറ്. ജീവിതത്തിലും നമുക്ക്, അഥവാ നിങ്ങൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള സമയത്ത്, ഇപ്പോൾ ഈ പ്രസൻറ്റ് സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കഷ്ടപ്പെടുകയാണ്, അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു പോയതിൻ്റെ ഭാഗമായിട്ട്, ഒരു പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് തകർന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നഷ്ടം സംഭവിച്ചതായിരിക്കാം. ഈ സമയത്ത് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ ഭാഗം ഏറ്റവും നന്നായി അഭിനയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഇവിടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ശക്തമായിക്കൊണ്ട് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങൾ ഈ ലോകത്തിലെ ഉത്തമ മാതൃകകൾ ഒരാളാവുകയാണ്.
അങ്ങനെ ജീവിതത്തിൽ കഷ്ടം വരുന്ന എല്ലാ തൻ്റെ മക്കളും മനസാന്നിധ്യത്തെ വീണ്ടെടുത്തുകൊണ്ട് ജീവിതത്തിലുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ധനവും പേരും എല്ലാം നേടിയെടുത്ത് വിജയികളായി കാണണം എന്നാണ് ഈശ്വരൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ ഏതൊരവസ്ഥയിലും സഹായിക്കാൻ ഭഗവാൻ തയ്യാറാണ്. ആ കൈ പിടിക്കാൻ, ആ കൂട്ടുപിടിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് മാത്രം. അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റൊരാൾ എനിക്ക് എന്ത് തന്നെ കൊണ്ടുവന്ന് തന്നാലും ആ സാധനം, ആ ധനം അല്ലെങ്കിൽ ആ സഹായം എൻ്റെ കയ്യിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ പിടിക്കാനുള്ള കൈകൾക്ക് ആ ശക്തി വേണം. ആ ശക്തി ഉണ്ടാക്കാനുള്ള പരിശ്രമം അത് നമ്മൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടും, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന, അനുഭവിക്കുന്ന, പകർന്നു കൊടുക്കുന്നതായിരിക്കുന്ന മഹത്തായ വിദ്യയാണ് രാജയോഗ ധ്യാനം എന്ന് പറയുന്നത്, രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വരീ വിശ്വവിദ്യാലയത്തിൻ്റെ എല്ലാ ശാഖകളിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1 രൂപ പോലും കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് പോവാം. അവിടെ ഭഗവാന്റെ ജ്ഞാനം പഠിക്കാം, സ്വന്തമാക്കാം. ധ്യാനമെന്ന മഹാവിദ്യയെ സ്വന്തമാക്കാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോയിക്കൊണ്ട് അവിടെ 7 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ വിധം നിങ്ങളെ പ്രാപ്തമാക്കുന്നതായിരിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് രാജയോഗ മെഡിറ്റേഷൻ്റെ സപ്തദിന ക്യാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ദിവസം 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക, മെഡിറ്റേഷൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ 1 മിനിറ്റ് എന്നാണല്ലോ സിസ്റ്റർ പറഞ്ഞത്, അതും തമ്മിൽ എന്താ ബന്ധം? തീർച്ചയായിട്ടും ആ 1 മിനിറ്റിലേക്കാണ് ഞാൻ എത്തുന്നത്. എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഒരിക്കലും സ്വന്തമാക്കാത്തൊരു വിദ്യ 1 മിനിറ്റ് കൊണ്ട് നേടാൻ ആർക്കും സാധ്യമല്ല. ഓട്ട മത്സരത്തിൽ ഓടി ഒന്നാമതെത്തുന്ന ആൾ ആ ദിവസം ഏറ്റവും മാക്സിമം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ്, അതുവരെയുള്ള അധ്വാനം കൊണ്ടാണ് ആ മിനിറ്റ് അവർ നേടുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് കര കയറണമെങ്കിൽ, ഒരു കുളത്തിൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരാൾക്ക് സ്റ്റെപ്പ് ചവിട്ടി കയറി മേലെ എത്തിയാലേ കര ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിന് ചവിട്ടി കയറാനുള്ള പടികളാണ് രാജയോഗ മെഡിറ്റേഷൻ്റെ പഠനം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതാണ് 1 മണിക്കൂറിൽ 1 മിനിറ്റ് സമയം. 2-3 മിനിറ്റ് ഒന്നും വേണ്ട, 1 മണിക്കൂറിൽ 1 മിനിറ്റ് സമയം. നിങ്ങൾ വളരെ ബിസി ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ, ആയിക്കോട്ടെ. ആ കാര്യം കഴിഞ്ഞ ഉടനെ 1 മിനിറ്റ് സമയം ഭഗവാനോട് നന്ദി പറയാൻ. ഒരു നല്ല ഹാർഡ് വർക്ക് കഴിഞ്ഞു, അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്ത് തീർത്തുവെങ്കിൽ ഈ നിമിഷം വരെ നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളത് അറിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അറിയുന്നില്ലായിരിക്കാം. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ വീഴുമ്പോൾ താങ്ങാൻ വേണ്ടിക്കൊണ്ട് കാവലായി നിൽക്കുന്ന ഭഗവാനോട്, നമ്മളെ സഹായിക്കാൻ വേണ്ടി 100% മനസ്സോടെ നിൽക്കുന്ന ആ ഈശ്വരനോട് ഹൃദയം കൊണ്ട് നന്ദി പറയാൻ, ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആവാൻ ഓൺലി 1 മിനിറ്റ്. ഇതിനാകെ ആവശ്യം ഒരേ 1 മിനിറ്റ് മാത്രം. ആദ്യം കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യണം. 1 മിനിറ്റിൽ ഞാൻ ആത്മാ എന്ന് മനസ്സിലാക്കി ആ പരമശക്തിയായിരിക്കുന്ന ഭഗവാനുമായിക്കൊണ്ട് 1 സെക്കൻഡിൽ കണക്റ്റഡായി ആ കറണ്ട്, ആ പ്രവാഹത്തിന് നമ്മളുള്ളിൽ നിറയ്ക്കുന്ന അനുഭവം, അത് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മെഡിറ്റേഷൻ്റെ ബേസിക് കോഴ്സ് നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ, ഭഗവാന്റെ മഹാവാക്യത്തിലൂടെ പോസിറ്റീവ് തോട്ട്സിൻ്റെ ഖനി നിങ്ങളുള്ളിൽ നിറച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ജീവിതത്തിൽ എത്ര തന്നെ കഠിനമായ സാഹചര്യം വരുമ്പോഴും 1 മിനിറ്റിൽ ഞാൻ ആത്മാവാണ്, ഞാൻ ഭഗവാന്റെയാണ്, ഭഗവാൻ എൻ്റെയാണ്, ആ പ്രകാശം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഭഗവാൻ എൻ്റെ അടുത്ത് എത്തി. എൻ്റെ മനസ്സിൽ സങ്കടത്തിൻ്റെ കടലാണ് വരുന്നതെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് ആ വെള്ളം മുഴുവൻ വറ്റിച്ച് എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ, എനിക്ക് ഭയം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നതെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് സർവ്വശക്തികളുടെ കിരണങ്ങളാൽ നമ്മളെ തന്നെപ്പോലെ ശക്തനാക്കി മാറ്റാൻ വേണ്ടിക്കൊണ്ട്, സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ സ്നേഹസാഗരനായിക്കൊണ്ട് നിങ്ങൾക്കത് നിറച്ചൊഴുക്കിത്തരാൻ വേണ്ടിക്കൊണ്ട് എല്ലാമായ ഭഗവാൻ റെഡിയാണ്. 1 മിനിറ്റ് ഭഗവാനുമായി കണക്ട് ചെയ്താൽ മാത്രം മതി. സാഹചര്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ മാത്രം ഓർക്കാതെ ദിവസത്തിൽ 1 മണിക്കൂറിൽ 1 മിനിറ്റ് സമയം നിങ്ങൾ ആ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ആനന്ദം അനുഭവിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ
മല പോലെ വരുന്ന കാര്യം വെറും മഞ്ഞു പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളെ നശിപ്പിച്ചേ അടക്കുമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് നിങ്ങളെ കാണാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നത് കാണാം. നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ വന്നെത്തിക്കഴിയുമ്പോൾ അവരുടെ മനസ്സ് മാറിപ്പോകുന്നത് കാണാം. നിങ്ങൾ ഉപദ്രവിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്നവരാണെങ്കിൽ വരുന്നെത്തനേക്കാൾ മുന്നേ അവർ വേറെ ഏതെങ്കിലും തിരക്കുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം. എന്തെല്ലാം അവസ്ഥകൾ ഈ ജീവിതത്തിൽ ഞാൻ പലതും അനുഭവിച്ചിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അനുഭവങ്ങളുടെ കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം നിർത്താതെ പറയേണ്ടി വരും. അത്ര അനുഭവം എനിക്കുണ്ട്. ആ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദിവസവും പ്രഭാതത്തിൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും എപ്പോഴും ബന്ധമുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു സെക്കൻഡിൽ നിങ്ങൾ കോൾ ചെയ്താൽ ഡയറക്റ്റ് അവരെ വിളിക്കാം, നമുക്ക് അവരോട് കാര്യം പറയാം. നിങ്ങളാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യും. പറയില്ലേ നമ്മൾ അടുപ്പുള്ള ആളുകളെ? അതുപോലെ ഈശ്വരനെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാക്കി മാറ്റൂ. എങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് കൊണ്ട് ഭഗവാനുമായി കണക്റ്റഡ് ആവാം. മനസ്സുകൊണ്ട് തകർന്നു പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായാലും ഒരു മിനിറ്റ് പോലും വേണ്ട, നിങ്ങൾക്കതിനെ അതിജീവിച്ചുകൊണ്ട് പൂർണ്ണ ശക്തമായി തിരിച്ചു വന്ന് ജീവിതത്തിലെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശക്തി നിങ്ങളുള്ളിൽ നിറയും. അതുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ഒരു മിനിറ്റിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ആ ഭഗവാനുമായി കണക്റ്റഡ് ആയിരിക്കും. ഒരു മിനിറ്റ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് 59 മിനിറ്റ് പവർഫുള്ളായിട്ട് ചെയ്യാനുള്ള ഊർജം തരും. നിങ്ങൾക്ക് പഠിക്കാനും ഭഗവാനെ സ്വന്തമാക്കാനും ആ സുഖം അനുഭവിക്കാനും ആനന്ദത്തിലിരിക്കാനും സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.